ഇപ്പോൾ മിക്ക ആളുകളിലും വിറ്റമിൻ ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ വളരെ സാധാരണമാണ്. അപ്പോൾ ഈ വിറ്റമിൻ ഇയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് വിറ്റമിൻ ഇ. ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസാണ് നമ്മുടെ സ്കിന്നിനെ പോഷിപ്പിക്കുകയും അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചർ നിലനിർത്താനും ആ സ്കിന്നിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനും നമ്മുടെ സ്കിന്നിലുള്ള കൊലാജൻ നഷ്ടമാവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ വിറ്റമിൻ ഇ. ഈ കൊളാജൻ ലോസ് സംഭവിക്കുമ്പോഴാണ് നമ്മളിൽ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത്. മുഖത്ത് ചുളിവുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത് ഈ കൊളാജൻ ലോസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഈ വിറ്റമിൻ ഇ. ശിരോചർമ്മത്തിലെ മൈക്രോ സർക്കുലേഷനെ സഹായിക്കുകയും മുടിക്ക് പോഷണം നൽകുകയും അവയെ ശക്തവും ആരോഗ്യകരമായിട്ട് നിലനിർത്തുകയും ചെയ്യാനായിട്ടും നമുക്ക് വിറ്റമിൻ ഇ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ സ്കിൻ കെയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയറിനോ മാത്രമല്ല വിറ്റമിൻ ഇ ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിനും കൂടെ വേണ്ട ഒരു പോഷകം കൂടിയാണ് ഈ വിറ്റമിൻ ഇ. ചില ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഈ പോഷണം ലഭിക്കില്ല. വിറ്റമിൻ ഇയുടെ കുറവ് ആളുകൾക്കിടയിൽ നമ്മളിപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് വിധേയരായവർക്ക് ഭക്ഷണക്രമത്തിൽ ലളിതമായിട്ടുള്ള മാറ്റം വരുത്തിയാൽ ഈ വിറ്റമിൻ ഇ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഈ വിറ്റമിൻ ഇ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പേശികളുടെ ബലഹീനത, മരവിപ്പ്, സന്തുലിതാവസ്ഥയുടെ ഏകോപനത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്നിവയാണ് വിറ്റമിൻ ഇയുടെ കുറവ് മൂലം സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ആരോഗ്യകരമായിട്ടുള്ള പ്രതിരോധശേഷി നിലനിർത്താൻ വിറ്റമിൻ ഇ നമുക്ക് അത്യാവശ്യമാണ്. നമ്മളിൽ ഇടവിട്ടുണ്ടാകുന്ന ജലദോഷം, അതുപോലെ തന്നെ നമുക്ക് മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ താമസിച്ചായിരിക്കും ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകുന്നത്. അതൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവാണെന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുമാത്രമല്ല വിറ്റമിൻ ഇയുടെ കുറവ് നമ്മുടെ റെറ്റിനയും ബാധിക്കും. അതുവഴി നമുക്ക് കാഴ്ച പ്രശ്നങ്ങളിലേക്കും അത് നയിക്കും. ഇനി ഞരമ്പ് വേദന പോലുള്ള കൂടുതൽ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി ഈ വിറ്റമിൻ ഇയുടെ കുറവ് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് നോക്കാം. ബദാം, അവക്കാഡോ, ഇലക്കറികൾ, പിന്നെ സരസഫലങ്ങൾ എന്ന് പറയും, അതായത് ബെറികൾ, പിന്നെ നമുക്ക് സീഡ്സ്, ഇതെല്ലാം നമുക്ക് വിറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡ് തന്നെയാണ്. ഇതിനോടൊപ്പം നമുക്ക് വിറ്റമിൻ ഇ സപ്ലിമെൻറ്റുകളും കഴിക്കാം. പക്ഷേ അതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ നമ്മളത് കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പം പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ലിംഗഭേദം, നമ്മൾ ഗർഭിണിയാണോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരാണോ, അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ കഴിക്കേണ്ട വിറ്റമിൻ ഇയുടെ അളവും ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പം മറ്റൊരാൾ കഴിക്കുന്ന അളവിൽ തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കരുത്. അതൊക്കെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങാവുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ആരോഗ്യത്തിന്, നമുക്ക് നല്ല സ്കിന്നിന്, നമുക്ക് നല്ല മുടിക്ക്, അങ്ങനെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനായിട്ട് നമുക്ക് ഈ വിറ്റമിൻ ഇയുടെ കുറവ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആഹാരങ്ങളും കൂടെ നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമ്മുടെ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വിറ്റമിൻ ഇയുടെ കുറവ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.